ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മത്തങ്ങ വൻപയർ എരിശ്ശേരിയാണ് ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത്. അതിനുവേണ്ടി 1/2 കിലോ മത്തങ്ങ ഇതുപോലെ സ്ക്വയറായി മുറിച്ചതാണ്. അത് മുറിച്ച് നന്നായി കഴുകി വെച്ചതാണ്. വൻപയർ 1 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, അത് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടിയും 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇത് വേവിക്കുമ്പോൾ ആദ്യം ഇടാൻ വേണ്ടിയാണ്. അരക്കുന്നതിന് വേണ്ടി 1 മുറി തേങ്ങ ചിരകി വെച്ചതും, 3 അല്ലി വെളുത്തുള്ളി, ഒരു 4-5 ചെറിയ ഉള്ളി. ഇത് ചെറുതായത് കൊണ്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത്, വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജീരകം. ഇത്രയും സാധനങ്ങൾ അരക്കുന്നതിന് വേണ്ടിയാണ്. ഇനി വറുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, ഒരു 4 വറ്റൽമുളക് കഷ്ണാക്കി വെച്ചത്, ഒരു 1/2 ടീസ്പൂൺ കടുക്, ഒരു പിടി ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ വറുക്കുന്നതിന് വേണ്ടിയാണ്. ഇനി തേങ്ങ ഞാൻ മിക്സിയിലിട്ട് അരച്ച് വെക്കും. അതിനുശേഷം നമുക്ക് മത്തങ്ങ വൻപയർ കറി ഉണ്ടാക്കാം. ഈ അരക്കുന്നതിന് വേണ്ടി ഞാനൊരു മിക്സിയിലെ ജാറിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ജീരകവും ചേർക്കുന്നുണ്ട്. ഇത് തരിതരിപ്പായി അരച്ചാൽ മതി, അധികം അരയാൻ പാടില്ല. തേങ്ങ അരച്ചു, ഇതുപോലെയാണ് അരക്കേണ്ടത്. തരിതരിപ്പായിട്ട് അരച്ചു വെക്കണം. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇടുവാണ്. ഇനി നമുക്ക് മത്തൻ കറി ആക്കുമ്പോൾ അതിലേക്ക് ചേർക്കണം. ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ വൻപയർ ചേർക്കുന്നുണ്ട്. ഇനി വൻപയർ നികക്കെ വെള്ളം ചേർക്കണം. ഇത് എടുത്തു വെച്ച മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് പകുതി വേവാകുമ്പോൾ നമുക്ക് മത്തങ്ങ ചേർക്കാം. ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഇപ്പം ഏകദേശം 15 മിനിറ്റായി. ഞാനിതിൻ്റെ മൂടി എടുക്കുന്നുണ്ട്. ഇതിപ്പം പകുതി വേവായി ഇരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മത്തങ്ങ ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വേവിക്കണം. ഇതിപ്പോൾ ഞാൻ അടക്കുവാണ്. മത്തൻ വെന്തതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ചത് ചേർക്കാം. ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റായി. ഞാൻ ഇതിൻ്റെ മൂടി തുറക്കുവാണ്. മത്തൻ വെന്തു. ഇനി ഇതിലേക്ക്
നമുക്ക് തേങ്ങ അരച്ചത് ചേർക്കാം. അങ്ങനെ നമ്മുടെ മത്തൻ വൻപയർ എരിശ്ശേരി റെഡിയായിരിക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് വറുത്തിടാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടായി. ഇനി ഞാൻ അതിലേക്ക് കടുക് ഇടുന്നുണ്ട്. വറുക്കേണ്ട സാധനങ്ങൾ കടുകും ഉഴുന്ന് പരിപ്പും എല്ലാം ഇടുന്നുണ്ട്. കടുക് പൊട്ടി. ഇനി അതിലേക്ക് തേങ്ങ ഇടും. മുളക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അത് അവസാനം ചേർക്കും. തേങ്ങ ബ്രൗൺ കളറാകുന്നത് വരെ വറുക്കണം. ഇപ്പം ലൈറ്റ് ബ്രൗൺ ആയി. ഞാനതിലേക്ക് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇനി മാറ്റി വെച്ച മുളക് പൊടി ചേർക്കാം. ഇതാ ഇപ്പം നല്ല ബ്രൗൺ ആയിരിക്കുകയാണ്. ഇനിയിപ്പം ഇത് ഞാൻ എൻ്റെ കൂട്ടുകറിയിലേക്ക് ചേർക്കുകയാണ്. കൂട്ടുകറിയല്ല, എരിശ്ശേരി. മത്തൻ വൻപയർ എരിശ്ശേരി. അങ്ങനെ നമ്മുടെ മത്തങ്ങ വൻപയർ എരിശ്ശേരി റെഡിയായിരിക്കുകയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.